ഒരു ഹൈക്കോടതി ജഡ്ജി എന്ന നിലയ്ക്കല്ല താൻ സംസാരിക്കുന്നത്, മറിച്ച് ഭൂരിപക്ഷക്കാർക്കനുസരിച്ചാണ് നിയമം പ്രവർത്തിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ കാര്യമായാലും സമൂഹത്തിന്റെ കാര്യമായാലും ഭൂരിപക്ഷത്തിന്റെ സന്തോഷമാണ് പരിഗണിക്കപ്പെടുക. ഹിന്ദു ഐക്യം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള മുദ്രാവാക്യം കൂടി അദ്ദേഹം മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഭൂരിപക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദു എന്ന് തന്നെയാണ്. ഏക് രഹേംഗെ തോ സേഫ് രഹേംഗെ എന്നുള്ള ആ മുദ്രാവാക്യം അദ്ദേഹം പറയുന്നതിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. അതിൽ ഇപ്പോൾ കൊളീജിയം വിളിച്ച് വിശദീകരണം ചോദിച്ചാലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് ശേഖർ കുമാർ യാദവ് പറയുകയാണ്. അതിൽ അദ്ദേഹം മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞ ഭാഗം, കട്മുല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഭാഗം, അവർ ഈ രാജ്യത്തിന് അപകടമാണ്. അതൊരു ഹൈക്കോടതി ജഡ്ജി ആയിരുന്നുണ്ട് ഒരു രാഷ്ട്രീയക്കാരന് പറയാം, ഒരു BJP-കാരന് പറയാം, ഒരു RSS-കാരന് പറയാം, അവരങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഞാൻ വ്യക്തിപരമായി അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ അതിനെ എൻഡോഴ്സ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ അന്നും എടുത്ത നിലപാട്, അതാണ് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹം ഇടപെട്ടത്. ഇനി ഈ മൃഗങ്ങളെ കൊല്ലുന്നത് കണ്ടു വളരുന്ന ആളുകളെല്ലാം കൊലപാതകികളാകും, അങ്ങനെ ആ രീതിയിലുള്ള ഒരു ടേക്ക് ആ വിഷയത്തിൽ അദ്ദേഹം എടുത്തത് ശരിയല്ല എന്നതും എൻ്റെ അഭിപ്രായമാണ്. പിന്നെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതുപോലെ ഏകീകൃത സിവിൽ കോഡും നടപ്പാക്കും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന ടേക്ക്. അതിൽ തുടരും, ആ അഭിപ്രായത്തിൽ ഒരു മാറ്റവുമില്ല എന്നതാണ്. ആ വിഷയത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വിശദീകരണ കുറിപ്പ് വായിച്ചു നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും. ആ വിശദീകരണ കുറിപ്പിലും അത് തന്നെയാണ് പറയുന്നത്.